ഇക്കോ ടൂറിസത്തെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി നിർമ്മിച്ച ഒരു വെബ് പേജ് ഹോമിലെ എക്സ് ആൻഡ് ഡോക്യുമെൻറ്റ്സ് ഫോൾഡറിൽ ഇക്കോ ടൂറിസം .html എന്ന പേര് നൽകിയിരിക്കുന്നു. ചുവടെ നൽകിയ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഈ വെബ് പേജ് ആകർഷകമാക്കുക. ഇക്കോ ടൂറിസം .html എന്ന ഫയൽ ടെക്സ്റ്റ് എഡിറ്ററിൽ തുറക്കുക. വെബ് പേജിലെ പ്രധാന തലക്കെട്ടിന് ഇക്കോ ടൂറിസത്തിന് കളർ ഗ്രീൻ നൽകുക. ഫോണ്ട് ഫാമിലി സാൻസ് സെറിഫ് നൽകുക. ഉപശീർഷകത്തിന് നിറം തീൽ നൽകുക. വെബ് പേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ പിങ്ക് നൽകുക. മാറ്റം വരുത്തിയ ഫയൽ സേവാ സങ്കേതം ഉപയോഗിച്ച് ഹോമിലെ എക്സ്10 എന്ന ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ ഫയൽ നാമമായി നൽകി സേവ് ചെയ്യുക. തുടർന്ന് ഈ ഫയൽ വെബ് ബ്രൗസറിൽ തുറന്ന് പ്രദർശിപ്പിക്കുക. A web page for introducing ecotourism, namely ecotourism.html, is given in the X and Documents folder in Home. Make this web page attractive as per the instructions given below. Open the file ecotourism.html in a text editor. Give green color and font family sans serif for the main heading of the web page, ecotourism. Give teal color to the subheading. Give pink color to the web page background. Save the file using Save As option into the X10 folder in Home with your register number _ question number as the file name. Then open this file in a web browser and display it. ഹോമിലെ എക്സ് ആൻഡ് ഡോക്യുമെൻറ്റ്സിലെ ഇക്കോ ടൂറിസം എന്ന ഈ ഫയൽ നമുക്കൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറന്നു നോക്കാം. ഇത് എഡിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ചോദ്യത്തിൽ കാണുന്ന മാതൃകയിലേക്ക് ഇത് മാറിക്കഴിഞ്ഞിരിക്കണം. തൽക്കാലം ഇത് നമുക്ക് ക്ലോസ് ചെയ്യാം. ഈ ഫയൽ നമ്മളിപ്പോൾ ഡബിൾ ക്ലിക്ക് ചെയ്താണ് തുറന്നത്. എഡിറ്റ് ചെയ്യണമെങ്കിൽ ടെക്സ്റ്റ് എഡിറ്ററിൽ തുറക്കണം. അതിനിവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഓപ്പൺ വിത്ത് അതർ ആപ്ലിക്കേഷൻസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ടെക്സ്റ്റ് എഡിറ്റർ സെലക്ട് ചെയ്തതിന് ശേഷം സെലക്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഫയൽ നമ്മളിപ്പോൾ ടെക്സ്റ്റ് എഡിറ്ററിൽ തുറന്നു. ഇനി ഇക്കോ ടൂറിസം എന്ന തലക്കെട്ടിന് കളർ ഗ്രീൻ ആക്കണം. പ്രധാന തലക്കെട്ടിന് ഇവിടെ H1 എന്ന ടാഗാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ CSS കോഡിൽ ഇവിടെ H1ലാണ് മാറ്റം വരുത്തേണ്ടത്. ഇവിടെ ഇതിൽ കളർ ബ്ലാക്ക് ആണ്. അത് ഗ്രീൻ ആക്കുവാനാണ് ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത്. അത് ഗ്രീൻ ആക്കി. ഇനി ഫോണ്ട് ഫാമിലി സാൻസ് സെറിഫാണ്. ഫോണ്ട് ഫാമിലി ഇവിടെ ഇപ്പോൾ ഉറൂബാണ്. അവിടെ അത് മാറ്റിയിട്ട് സാൻസ് സെറിഫ് എന്നാക്കുന്നു. ഇനി ഉപശീർഷകത്തിന് നിറം ടീൽ നൽകുക എന്നതാണ്. ഉപശീർഷകം എബൌട്ട് ഇക്കോ ടൂറിസം എന്നതാണ്. ഇവിടെ എബൌട്ട് ഇക്കോ ടൂറിസം എന്നതിന് S2 ടാഗാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ CSSൽ S2ലാണ് മാറ്റം വരുത്തേണ്ടത്. ഇപ്പോൾ ഇവിടെ നിറം ബ്ലാക്കാണ്. അത് മാറ്റിയിട്ട് ടീൽ എന്നാക്കുന്നു. ടീൽ എന്നാക്കി. ഇനി വെബ് പേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ പിങ്ക് ആക്കണം. ഇവിടെ ബോഡിയുടെ ബാക്ക്ഗ്രൗണ്ട് കളർ നോക്കുക. വൈറ്റ് ആണ്. അത് മാറ്റിയിട്ട് പിങ്ക് എന്നാക്കുന്നു. ഇനി ഇത് സേവ് ചെയ്താൽ മതി. ഫയൽ സേവാ സങ്കേതം ഉപയോഗിച്ച് സേവ് ചെയ്യുന്നു. ഹോമിലെ X10ലാണ് സേവ് ചെയ്യേണ്ടത്. ഇക്കോ ടൂറിസം എന്ന പേര് മായ്ച്ചു കളയുന്നു. അവിടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ എന്ന രീതിയിൽ പേര് നൽകുന്നു. .html എന്നത് മായ്ക്കരുത്. ഇവിടെ സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഫയൽ സേവ് ചെയ്യുന്നു. സേവ് ചെയ്ത ഫയൽ തുറന്ന് നമുക്ക് പ്രദർശിപ്പിക്കാം. അതിനായി ഹോമിലെ X10 തുറക്കുന്നു. നമ്മൾ സേവ് ചെയ്ത ഫയൽ ഇതാണ്. അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറക്കുന്നു. ചോദ്യത്തിൽ പറഞ്ഞ എല്ലാ മാറ്റങ്ങളും ഇവിടെ വന്നു കഴിഞ്ഞു. ചോദ്യവുമായി താരതമ്യം ചെയ്ത് നോക്കുക.